പോളണ്ടിലെ കാറ്റോവിസിൽ വെച്ച് നടക്കുന്ന ഇൻ്റർനാഷണൽ വിക്കിപീഡിയ കോൺഫറൻസ് വിക്കിമാനിയ 2024 വേണ്ടി ഇറങ്ങിയതാണ്. ഞാനിപ്പോൾ വിയന്നയിൽ നിന്നാണ് പോകുന്നത്. ഒരു ട്രെയിൻ എടുത്ത് പോകാമെന്ന് വിചാരിച്ചു. ഇതാണ് അവിടുന്ന് കിട്ടിയ ട്രെയിൻ. ഇതിനകത്ത് ഓരോ സീറ്റിലും എവിടെ മുതൽ എവിടം വരെയാണ് ആളുകൾ പോകുന്നത് എന്നുള്ളത് ബുക്ക് ചെയ്തൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഓരോ കൂപ്പുകളായി തിരിച്ചിട്ടാണ് ഇതിനകത്ത് സീറ്റിങ്സ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളെല്ലാം. അതുപോലെ തന്നെ ട്രെയിന് ഒരു 161 km/h ഒക്കെ മാക്സിമം സ്പീഡ് ആണ് കണ്ടത്. ചില സമയത്ത് 120 ഒക്കെ ആയിരുന്നു. അങ്ങനെ എന്തായാലും നമ്മൾ കാറ്റോവിസിലെത്തി, നാട്ടിലെ ഫ്രണ്ട്സിനൊക്കെ കണ്ടു. അങ്ങനെ നമ്മൾ വിക്കിമേനിയ നടക്കുന്ന മെയിൻ എൻട്രൻസിലേക്ക് വേദിയിലേക്ക് പോവാണ്. നാട്ടിൽ നിന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ളത് രഞ്ജിത്ത് ഏട്ടനതുപോലെ തന്നെ നമ്മുടെ ജിനോയ് എന്ന് പറഞ്ഞ സുഹൃത്തുമാണ്. ഗോയ്സ്, അങ്ങനെ ഞങ്ങൾ കാറ്റോവിസ് വിക്കിമാനിയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇനി വരും കാഴ്ചകൾ നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ സെക്യൂരിറ്റി ചെക്കിനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അതിനകത്ത് കടന്നു. ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട്. ആദ്യ ദിനമാണ്, 7-ാം തീയതിയാണ്, ഓഗസ്റ്റ് 7-നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാർഡ് കിട്ടിയിട്ടുണ്ട്, വിക്കിമാനിയ എന്ന് പറഞ്ഞ സാധനം. വിക്കിമാനിയയിൽ പങ്കെടുക്കുന്നവർ ലോകത്തിൻ്റെ ഏതൊക്കെ ഭാഗത്തു നിന്നാണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ വരുന്നവർക്ക് ഒരു പിന്ന് കുത്താനുള്ള ഓപ്ഷൻ ഉണ്ട്. അറൗണ്ട് 140 രാജ്യങ്ങളിൽ നിന്ന് ആളുകളുണ്ട്, പങ്കെടുക്കുന്നുണ്ട്. ഞാനെന്തായാലും കേരളത്തിലും ഒരു പിന്ന് കൊണ്ടേ കുത്തിയിട്ടുണ്ട്. വിവിധ ഹാളുകളിലായിട്ടാണ് ഓരോ സെഷൻസ് പാരലായിട്ട് നടക്കുന്നത്. അപ്പോൾ അതിൽ പല സെഷൻസ് നമുക്കൊന്ന് കാണാം. And for example, if you have a my category, when there are subcategories and files that are not my images, then you സെഷനിലൊക്കെ അറ്റൻഡ് ചെയ്തൊന്ന് വിശ്രമിക്കാനോ അല്ലെങ്കിൽ ഹാങ് ഔട്ട് ചെയ്യാനോ ഹാങ് ഔട്ട് സ്പേസും ഉണ്ട്. അതിനകത്ത് നമുക്ക് ഗെയിമുകൾ കളിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കാം, അല്ലെങ്കിൽ മിണ്ടാതെ വന്നിരിക്കാനൊക്കെ സ്ഥലമുണ്ട്. ഇവിടെ ആളുകൾ പലപ്പോഴും കമ്പ്യൂട്ടറുമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കാണാം. ചില വളണ്ടിയർ വർക്കുകൾ നടക്കാറുണ്ട്. അതുപോലെ തന്നെ ധാരാളം പോസ്റ്റ് കാർഡുകൾ, ഇപ്പോൾ ഇവിടെ കാണുന്ന കേരളത്തിൽ നിന്ന് കൊണ്ടുപോയിട്ടുള്ള പോസ്റ്റ് കാർഡുകളും വേറെ പല രാജ്യത്തു നിന്നുള്ള പോസ്റ്റ് കാർഡുകളും, അതുപോലെ തന്നെ സ്വീറ്റ്സ്, പല രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ കൊണ്ടുവന്ന സ്വീറ്റ്സ് നമുക്കിവിടെ കിട്ടും. അപ്പോൾ നമുക്ക് വരുന്നവർ സ്വീറ്റ്സ് കൊണ്ടുവന്ന് അവിടെ വെക്കും, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളവർക്ക് അതിന് എടുത്ത് ഒരെണ്ണം ട്രൈ ചെയ്ത് ഓരോ രാജ്യത്തെ സ്വീറ്റ്സ് എങ്ങനെയാണെന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് എന്തായാലും ഒരെണ്ണം ട്രൈ ചെയ്ത് നോക്കാം. ഇതെടുത്ത് ഇങ്ങനെ കഴിക്കാം. കാർഡുകൾക്കും സ്റ്റിക്കറുകൾക്കും പുറമെ വേറെയും കുറേ സാധനങ്ങൾ നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കുറേ കോയിൻസ്, ഓരോ രാജ്യത്ത് നിന്ന് അവരുടെ രാജ്യത്തെ കോയിൻസ് അവിടെ ലീവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള കോയിൻ അവിടെ ഇടാം, നമുക്ക് ആവശ്യമുള്ള കോയിൻസ് അവിടെ നിന്ന് എടുക്കാം. അങ്ങനെ കുറേ എക്സ്ചേഞ്ചുകളും ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് കാണുന്നതാണ് പ്രധാനപ്പെട്ട സ്റ്റേജ്. ഇതിനകത്താണ് ഈ ഇനാഗ്രേഷൻ, ക്ലോസിംഗ് സെറിമണി, മറ്റ് കലാപരിപാടികൾ തുടങ്ങിയ പരിപാടികളൊക്കെ നടക്കുന്നത്. അതുപോലെ തന്നെ ഭക്ഷണം സെർവ് ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്. ഏതാണ്ട് 1000-ലധികം ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ 1000 ആളുകൾക്ക് ഒരുമിച്ച് കഴിക്കാനും ഒക്കെയുള്ള സൗകര്യം, വളരെ വലിയ ഒരു ഹാളാണത്. ഇനാഗ്രേഷന് മുന്നോടിയായിട്ട് അവിടെ ഒരു ബാൻഡ് പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ബാക്കി ഇനാഗ്രേഷൻ പരിപാടികളൊക്കെ കാണാം. Some kind of retreat meeting back long ago in 2021. And the next time we talked about it, it was a CE meeting in Ohrid, North Macedonia. It was the first CE meeting after the online ones. And then I met Maciej, and 2 months later I said, yes, let's do Wikimania.
അല്പനേരം വിക്കിപീഡിയ ഫൗണ്ടർ ജിമ്മി വെയിൽ സംസാരിക്കുന്നത് കേൾക്കാം. That this is not your first time in Poland, so have you been here before? What do you like about Poland? Yeah, I've actually been here. I was trying to count up how many times I've been to Poland, and I can't count. At least 10 for various events and so on. For Wikimania, Gdansk. And the best Wikimania ever. Today. So I'm really happy to be here once again. And we're here, of course, to celebrate the Wikimedians of the Year together. Now, through these awards, we honor the individuals who embody what is best in our movement. We live in times where the way knowledge is searched for and shared is changing rapidly. We see an internet flooded with AI-generated content. Let's just be clear, AI-generated crap. And the rise of large language models and AI search tools as a new way for people to find information. So we're in this moment of dramatic change, and it makes me reflect on what makes us unique as a community of human beings curating and gathering knowledge. And in an increasingly divided and polarized world, the ability to work together across our differences stands as our unique strength. I think we've got, it's almost as many countries as the UN, except we come here to work together, not to yell at each other, so it's a little bit better. We're a global, diverse community of human beings. We're united by one mission, that mission to bring free knowledge to everyone. Well, of course, we bring in different opinions, views, and backgrounds, and that actually strengthens the work that we do.